ഇൻഡിക്കേറ്റർ സീരീസിലെ 4th വീഡിയോ ആണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജി എന്നാണ് കാണാൻ പോകുന്നത്. ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ ഞാൻ പറയുന്നത്. നമ്മൾ എങ്ങനെ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കും? ആദ്യം ChatGPT ഗ്രോക്ക് പോലത്തെ സിസ്റ്റത്തിൽ പോയിട്ട് നമുക്ക് വേണ്ട ഒരു പ്രോംപ്റ്റ്, ഞാനൊരു പ്രോംപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് ഒരു രണ്ട് ക്യാൻഡിൽസുകളുടെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ A to Z കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ക്രിയേറ്റ് ട്രേഡിംഗ് വ്യൂ പൈൻ സ്ക്രിപ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കോഡ് കംപ്ലീറ്റ് കമ്പയർ ചെയ്യാനുള്ള കംപ്ലീറ്റ് കോഡ് നമുക്ക് കിട്ടും. ഈ കോഡ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കോഡിങ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കാത്തത്. ഇത് കോപ്പി ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ ട്രേഡിംഗ് വ്യൂ പോവുക. ട്രേഡിംഗ് വ്യൂവിൽ പൈൻ സ്ക്രിപ്റ്റ് എന്നുള്ള സ്ഥലമുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് കോപ്പി എടുക്കാം. ഇത് ഇവിടുന്ന് കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ എന്തെങ്കിലും ഒരു കോഡൊക്കെ കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, Ctrl A ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് അടിക്കുക. എന്നിട്ട് പുതിയത് എന്ത് ചെയ്യുക, നിങ്ങൾ Ctrl V അടിച്ച് സേവ് ചെയ്യുക. Ctrl V അടിച്ച് അവിടെ പേസ്റ്റ് ആവും. എന്നിട്ട് നേരെ സേവ് കൊടുക്കുക. സേവ് കൊടുത്ത ലെവൽ, ഇപ്പം ഞാൻ ലെവൽ ഐഡന്റിഫയർ എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കമ്പൈൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ ഇതെന്തായി ഓട്ടോമാറ്റിക്കലി ഇതാ കണ്ടോ ലെവൽ. ഇവിടെ നിങ്ങൾക്ക് ആ ലെവൽസ്, ഞാനൊരു സ്പെസിഫിക് ലെവൽസ് ആണ് മാർക്ക് ചെയ്തത്. അത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഒരു ഇൻഡിക്കേറ്റർ, എനിക്ക് കോഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഇങ്ങനെയാണ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഇനി അത് കിട്ടണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററിൽ പോയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്.